സുജു, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ചെസ് നമ്പർ 2 ആന്റോ ആന്റണിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആന്റോ ആന്റണി പറയുന്നത് 2013 ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന ഗോവർദ്ധനെയും സോണിയാഗാന്ധിയുടെ വസതിയിൽ കണ്ടത് എന്നാണ്. മറുഭാഗത്ത് അടൂർ പ്രകാശ് പറയുന്നത് അത് 2019 ശേഷമാണെന്നാണ്. ആന്റോ ആന്റണി പറയുന്നത് ശരിയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. 2013 കാലഘട്ടം എടുക്കാം. ആ കാലഘട്ടത്തിൽ അടൂർ പ്രകാശ് ആരായിരുന്നു? ആ കാലഘട്ടത്തിൽ അടൂർ പ്രകാശ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ആന്റോ ആന്റണിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നതിന് മുൻപ് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ഇതേ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ആന്റോ ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മനു പറഞ്ഞു കുടുങ്ങുന്ന ആന്റോ ആന്റണിയും അടൂർ പ്രകാശും യഥാർത്ഥത്തിൽ ഇപ്പം നിർമ്മൽ ചക്രവർത്തി വിശദീകരിച്ചതനുസരിച്ചാണെങ്കിൽ SITയുടെ മുമ്പിൽ തെളിവുകൾ നിരത്തുമ്പോൾ ആ തെളിവുകളുടെ മുമ്പിലാണ് അടൂർ പ്രകാശ് കുടുങ്ങുന്നത്. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കുടുങ്ങുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ആന്റോ ആന്റണി ഇന്നലെ പറഞ്ഞത് വെച്ചെങ്കിൽ മനു സൂചിപ്പിച്ചതുപോലെ ആ ഘട്ടത്തിൽ 2013 അടൂർ പ്രകാശ് സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയാണ്. ആ ഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമല്ല. പക്ഷേ ആന്റോ പറയുന്നത് എന്താണ്? അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണനും ഒരു സംഘം ആളുകൾ വരുന്നു. അവർ ശബരിമലയിൽ നിന്നെത്തിയ ആളുകളെന്ന് പറയുന്നു. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ശബരിമലയുടെ പ്രതിനിധിയായിട്ടാണോ സോണിയാഗാന്ധിയെ സന്ദർശിച്ചെന്നാണ് പറയേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രയാർ ഗോപാലകൃഷ്ണന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അടുത്ത ടൈമിൽ ലഭിച്ചത് ഈ സന്ദർശനത്തിന് ശേഷമാണോ അതോ സന്ദർശനമാണോ അത് ഇടയാക്കിയത്? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് സ്വർണം മേടിച്ചവനും സ്വർണം കട്ടവനും കട്ട മുതൽ മേടിച്ച ആളുമായിട്ട് അടൂർ പ്രകാശ് സംസ്ഥാനത്തെ ഒരു റവന്യൂ വകുപ്പ് മന്ത്രി സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നു? ഇതിന് ഉത്തരമാണ് ഇനി അടൂർ പ്രകാശാണ് പറയേണ്ടത്. കാരണം അടൂർ പ്രകാശ് പറഞ്ഞത് കളവെന്ന തരത്തിലാണ് ആന്റോ ആന്റണി പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അടൂർ പ്രകാശിനോട് ചോദ്യം ചെയ്യലിന് ശേഷം ചില കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ എന്തായാലും മൊഴിയെടുക്കൽ എന്ന വാദം ഉയർത്തിയില്ല. രാഷ്ട്രീയമായി ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് അത് രാഷ്ട്രീയം എന്ന് പറയാൻ തയ്യാറില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അടൂർ പ്രകാശിനറിയാം തന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്, തൻ്റെ മുമ്പിൽ കുരുക്ക് എത്രത്തോളം മുറുകുന്നു എന്നുള്ള കാര്യം അടൂർ പ്രകാശിനറിയാം. അതുകൊണ്ടായിരിക്കാം മനു ഒരുപക്ഷെ അടൂർ പ്രകാശ് ആ ചോദ്യത്തെ രാഷ്ട്രീയം പരമായി കാണാതെ അതിനെ ചോദ്യം ചെയ്യലായി തന്നെ കണ്ടത്. മാത്രമല്ല, ഇനി SIT വിളിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനി വിളിപ്പിക്കേണ്ട ആവശ്യമില്ല, താനെല്ലാം പറഞ്ഞു എന്നല്ല അടൂർ പ്രകാശ് പറയുന്നത്. പകരം ആ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ വിളിപ്പിക്കുമെന്ന ചോദ്യം മറു ചോദ്യമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആന്റോ ആന്റണിയും സമാനമായ രീതിയിൽ തന്നെയാണ് ആ പ്രതികരണത്തിൽ. അതായത് ആന്റോ ആന്റണിക്ക് വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല എന്തിനവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി. അതിന് ആന്റോ ആന്റണി പറയുന്നത് രാജ്യത്തെ എല്ലാ മതപരമായ സമുദായ സംഘടനകളും സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തുകയും അവിടെ എത്തി ഉപഹാരങ്ങൾ നൽകുന്നൊരു പതിവുണ്ടെന്ന്. എന്നിട്ട് നമ്മളൊക്കെ അത്തരം ഒരു പതിവ് ആദ്യമായിട്ട് കേൾക്കുകയും ആന്റോ പറയുകയാണ് അങ്ങനെ കേരളത്തിൽ ആരാണ് ചെല്ലാത്തത്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പല മുതിർന്ന സംഘടനകൾ ചെല്ലുകയാണെങ്കിൽ സുജുജി ബാബു, അങ്ങനെ സമുദായ സംഘടനകൾ ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പോട്ടെ, സമുദായ നേതാക്കളാണല്ലോ, അവർക്ക് സോണിയാഗാന്ധിയെ കാണേണ്ട സാഹചര്യം ഉണ്ടാകാം, അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് സമുദായ സംഘടനയുടെ നേതാവാണെന്നേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ നേതാവായിരുന്നു എന്ന് സുജു കേട്ടിട്ടുണ്ടോ? സുജു ഏതായാലും പത്തനംതിട്ടയിലുള്ള ആളാണല്ലോ, കേട്ടിട്ടുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലാൻ മാത്രം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് ന്യായമാണ് ഈ ആന്റോ ആന്റണിയൊക്കെ പറഞ്ഞു വെക്കുന്നത്? ഇവരെല്ലാവരും കൂടി യഥാർത്ഥത്തിൽ ആ സോണിയാഗാന്ധിയെ കൊണ്ട് ചാടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സമുദായമെങ്കിൽ മതപരം എന്ന് വേണമെങ്കിൽ ആന്റോ പറഞ്ഞ് തന്നെ വ്യാഖ്യാനിക്കാം. പക്ഷേ അപ്പോഴും മനു പറഞ്ഞതുപോലെ ഇപ്പോൾ സോണിയയോട് സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ മാത്രമേ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന സാഹചര്യമാണ്. ഇനി ആ ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ സഭയിൽ ഉൾപ്പെടെ എന്താണ് പറയുന്നത്? സ്വാഭാവികമായിട്ട് അത് അറിയേണ്ട അവകാശമില്ല പൊതുജനങ്ങൾക്ക്. കാരണം അവിടെ എത്തിയ ആളുകൾ ആരാണ്? ഇപ്പോൾ പല ആളുകളുമായി ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചിത്രം വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ ഉള്ള ഒരാളാണ്. ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രിയുടെ കൂടെ സഹായി എത്തിയിട്ടുണ്ട്. ശരിയാണ്, പലർക്കും പല ഘട്ടത്തിലും പരിചയപ്പെടാം. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ? ഗോവർദ്ധനും ഒപ്പമുണ്ട്. അങ്ങനെ ഗോവർദ്ധനാണ് മോഷ്ടിച്ച സ്വർണം മേടിച്ചാലാണ്. ഇരുവരും എന്തിനാ ഈ ജൻബന്ദ് സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിയെന്ന ചോദ്യത്തിന് ഇനി കൃത്യമായ ഉത്തരം നൽകേണ്ടത് സോണിയാഗാന്ധിയാണ്. അപ്പം സോണിയാഗാന്ധി ഉത്തരം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്ക് അത് കലി പൂണ്ടും. അതായത് പ്രത്യേകിച്ച് പ്രതിപക്ഷ VD സതീശനൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സത്യം പറയേണ്ടത് ഒന്നെങ്കിൽ സോണിയാഗാന്ധി പറയണം, അല്ലെങ്കിൽ വിശ്വസനീയമായ
കാര്യം കോൺഗ്രസിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കൾ പറയണം. KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി എങ്കിലും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം സോണിയാഗാന്ധിയോട് ചോദിക്കുന്ന സാഹചര്യം ഒഴിവാക്കാം. എന്തായാലും ആന്റോ ആന്റണി പറയുന്നത് അത്തരത്തിൽ മതപരമായി ബന്ധമുള്ള അല്ലെങ്കിൽ സമുദായപരമായി ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകുന്നതാണ്. ആരാണ് പോകാത്തതെന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് നമ്മളേതെങ്കിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ പോകാത്ത ആരുണ്ട് എന്ന് ചോദിക്കുന്ന പോലെയാണ് ആന്റോ ചോദിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകാത്തതായി ആരുണ്ടെന്ന്. എന്തായാലും നമുക്കൊന്നും അങ്ങനെ ഒരു കേട്ടുകേൾവിയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നതായി മുമ്പൊരു അനുഭവമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയ കാര്യങ്ങളൊക്കെ വാർത്താപ്രകാരം തിടം പിടിച്ചാണ്. എന്തായാലും ആന്റോ ആന്റണിയും അടൂർ പ്രകാശും പറഞ്ഞത് രണ്ടാണ്. ഒരാൾ 2019 പറയുന്നു, ഒരാൾ 2013 കാലഘട്ടം എന്ന് പറയുന്നു. അതും ആന്റോ കുറച്ചുകൂടെ ഭംഗിയോടുപൂർവ്വം പറയുവാണ് സോണിയാഗാന്ധിയുടെ ഫോട്ടോ കണ്ടില്ലേ കുറച്ചുകൂടെ ചെറുപ്പമാണെന്ന്. മറ്റൊരു തെളിവും വേണ്ട എന്നാണ് ആന്റോ പറഞ്ഞത്. ആ ഫോട്ടോ തന്നെ മതിയാകും കാലഘട്ടം. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നത് ആ ഘട്ടത്തിൽ അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായില്ല. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ അടുത്ത ടേമിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് യാദൃശികമാണോ? അതല്ല, അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കി പ്രയാർ ഗോപാലകൃഷ്ണൻ ബോധപൂർവം വന്നതാണോ? അദ്ദേഹം അന്തരിച്ച കോൺഗ്രസിൻ്റെ മുഖ്യ നേതാവാണ്. അതുകൊണ്ട് ആ കാര്യത്തൊക്കെ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുജനങ്ങളുടെ മുമ്പിലും ഇരു നേതാക്കളും പരസ്പര വിരുദ്ധമായ ഒരു കാര്യം പറയണം. പക്ഷേ SITയുടെ മുമ്പിൽ ഈ പരസ്പര വിരുദ്ധമായ കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവില്ല. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ കാണും. ആന്റോ ആന്റണി കുടുക്കിലായിരിക്കുന്ന മറ്റൊരു വിഷയം അതുതന്നെയാണ് മനു.